ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു റീല്, ഇത് നിങ്ങൾക്ക് മൊബൈലിലോ കമ്പ്യൂട്ടറിലോ സിമ്പിളായിട്ട് ചെയ്യാം. വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഡാവിഞ്ചി റിസോൾവ് ആണ് കേട്ടോ. ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് ഈ ഡാവിഞ്ചി റിസോൾവ് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നത്. ഇതിൽ ഞാൻ തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോസ് എല്ലാം ഇവിടെ ഇങ്ങനെ ഹിസ്റ്ററി ആയിട്ട് കൊടുത്തേക്കും, പ്രോജക്റ്റുകൾ. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് തൊട്ട് താഴെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ന്യൂ പ്രോജക്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. ഒന്നുകൂടി പറയാണ്, ഞാൻ ഈ വീഡിയോയിൽ ഡാവിഞ്ചി റിസോൾവിൽ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതല്ല കാണിച്ചു തരാൻ പോകുന്നത്. അതെങ്ങനെ നമുക്ക് ആ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളിത് മൊബൈലിലാണ് ചെയ്യുന്നതെങ്കിൽ മൊബൈലിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ഞാൻ ഡാവിഞ്ചി റിസോൾവ് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ഒരു പക്ഷേ നിങ്ങൾക്ക് ഡാവിഞ്ചി റിസോൾവിൻ്റെ ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ഡാവിഞ്ചി റിസോൾവിൻ്റെ ഒരു ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ നമുക്ക് നല്ല രീതിയിൽ ബേസിക്കായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫയലിൻ്റെ നെയിം ചോദിക്കുകയാണ്. ഈ പ്രോജക്റ്റിന് ഒരു നെയിം കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ റീൽസ് എന്നൊരു നെയിം കൊടുത്ത് ക്രിയേറ്റ് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഇതിൽ നേരെ താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റ് എന്ന് പറഞ്ഞൊരു പാനൽ കാണാം. ആ പാനലിൽ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇൻ്റർഫേസ് കുറച്ചുകൂടി ഇങ്ങനെ മാറും. ഇനി നമ്മൾ ഈ ഒരു എഫക്റ്റ് ചെയ്യാനായിട്ടുള്ള വീഡിയോയും ഓഡിയോയും നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് വലിച്ചത് ഈ ഒരു ഭാഗത്തോട്ട് വിട്ടു കൊടുക്കുക. ഇത് ചേഞ്ച് കൊടുക്കുക. എന്നിട്ട് നോക്കുമ്പോൾ ഇവിടെ അത് രണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് പിക്സൽസ് എന്ന് പറയുന്ന ഈ ഒരു ഫ്രീ വെബ്സൈറ്റിൽ നിന്നാണ്. നിങ്ങൾക്ക് ആർക്കാണോ ഫ്രീ വീഡിയോസും ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ വീഡിയോ വെച്ച് ചെയ്യാം. ഇത് നമ്മൾ നേരെ തിരിച്ച് ഡാവിഞ്ചി റിസോൾവിലോട്ട് വന്നു. ഈ കാണുന്നതാണ് ടൈം ലൈൻ എന്ന് പറയുന്ന ഭാഗം. ഇതാണ് ഇതിൻ്റെ വീഡിയോയുടെ പ്രിവ്യൂവും നമ്മൾ കട്ടൊക്കെ ചെയ്യാൻ പോകുന്ന ഭാഗം ഇതാണ്. അതിനായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണ്. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പ്രിവ്യൂ ആയിട്ട് വന്നിട്ടുണ്ട് വലിയ രീതിയിൽ. എന്നിട്ട് നമ്മൾ ഈ ഒരു ബാർ ഇങ്ങനെ വലിച്ച് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇത്ര ഭാഗം മതി എങ്കിൽ അവിടെ പോസ് ചെയ്തിട്ട് ഓ പ്രസ് ചെയ്യുക. അത് ഔട്ടിൻ്റെ ഓയാണ് പ്രസ് ചെയ്ത് ഓ. അപ്പം അവിടെ ഒരു സെലക്ഷൻ വന്നു. ഇനി ഫ്രണ്ടിൽ നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ജസ്റ്റ് ഈ ഒരു ബാർ സെലക്ട് ചെയ്താൽ മതി. അല്ല, നമുക്ക് ഷോർട്ട് കീ അറിയണമെങ്കിൽ എനിക്കിപ്പോൾ ഇവിടെ നിന്ന് കട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഐ പ്രസ് ചെയ്യുക. ഐയും ഓയും, അതായത് ഇന്നും ഔട്ടും സെലക്ട് ചെയ്തു. ഇത് നിങ്ങളുടെ ഏതാണോ നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ അതിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ഈ ഒരു വീഡിയോയുടെ മുകളിൽ വന്നിട്ട് ഞാൻ ഇതിങ്ങനെ വലിച്ചിങ്ങനെ താഴോട്ട് കൊണ്ടിടുവാണ്. ഇത് ഇവിടെ കൊണ്ട് ഇട്ടു. ഈ ഒരു വീഡിയോ സെക്ഷനിൽ ഇട്ടു. അപ്പോൾ ഇവിടെ വീഡിയോയും ഓഡിയോയും കാണിക്കുന്നുണ്ട്, കണ്ടല്ലോ. ഈ താഴ്ഭാഗം ഓഡിയോയ്ക്കുള്ളതും മുകളിലോട്ടുള്ളത് വീഡിയോയ്ക്കുള്ള ഭാഗമാണ് ടൈം ലൈനിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സ്ക്രീനിൽ വന്നൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ചെറുതാക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊരു ഫുൾ സൈസ് ഒരു വൈഡ് വീഡിയോയുടെ ക്യാൻവാസാണ് കിടക്കുന്നത്. നമ്മൾ ചെയ്യുന്നത് പോർട്രേറ്റ് വീഡിയോ ആണ്, അതായത് നമ്മുടെ റീലിന് വേണ്ടിയുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും വലിയ രീതിയിലല്ല വേണ്ടത്, തിരിച്ചാണ് റെസൊല്യൂഷൻ വേണ്ടത്. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ താഴെ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അവിടെ സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ടൈം ലൈനിലുള്ള റെസൊല്യൂഷൻ കൊടുത്തേക്കും, കണ്ടല്ലോ. ഇനി നമ്മൾ തൊട്ട് താഴെ നോക്കിയാൽ യൂസ് വെർട്ടിക്കൽ റെസൊല്യൂഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ വെർട്ടിക്കൽ റെസൊല്യൂഷൻ എന്നുള്ള ഓപ്ഷനിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ താഴെ വന്ന് സേവ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇത് വലുതായിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്ത് താത്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ സാധനം റെഡിയാണ്. പോർട്രേറ്റ് മോഡിലോട്ട് ഈ ഒരു വീഡിയോ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഓഡിയോ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓഡിയോ വലിച്ച് നേരെ ഈ വീഡിയോയുടെ താഴെയായിട്ട് ഓഡിയോ സെക്ഷനിൽ കൊണ്ടിട്ടു. ഇനി നമ്മൾ ഓഡിയോ പ്ലേ ചെയ്ത് നോക്കിയിട്ട് ഓഡിയോയിൽ ഏത് ഭാഗമാണ് വേണ്ടതെന്ന് നമുക്ക് സെലക്ട് ചെയ്യണം. നമുക്കിത് ഫുള്ള് വേണ്ട കേട്ടോ. ഇവിടെ നിന്നാണ് നമുക്ക് ആ ഒരു എഫക്റ്റ് വരേണ്ടത്. കണ്ടോ, ഈ ഒരു ഭാഗത്തു നിന്നാണ് എഫക്റ്റ് തുടങ്ങേണ്ടത്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം വീഡിയോ. ഇവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ നിന്ന് കട്ട് ചെയ്യാണ്. കട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ബ്ലേഡിൻ്റെ ഒരു ടൂളുണ്ട്. അതെടുത്തുകൊണ്ട് വന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ കട്ടാവും. എന്നിട്ട് ബാക്ക് സ്പേസ് അടിച്ചാൽ അതങ്ങ് പൊക്കോളും. എന്നിട്ട് സെലക്ഷൻ ടൂൾ എടുത്ത് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് വയ്ക്കുമ്പോൾ ഒരു കളറ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, പുതിയൊരു കളർ വരുന്നത്. എന്നിട്ട് ബാക്ക് സ്പേസ് അടിച്ചാൽ ഈ ഓഡിയോ ഇഞ്ഞ് വന്ന് ചേർന്നോളും. അല്ലെങ്കിലും ജസ്റ്റ് വലിച്ചുകൊണ്ട് വന്നാൽ മതി കേട്ടോ.
വലിച്ചിങ്ങനെ വെച്ചാലും മതി. ഇനി നമുക്കിത് പ്ലേ ചെയ്തിട്ട് എവിടെ നിന്നാണ് നമുക്ക് വീഡിയോ ഏതൊരു വേണമെന്ന് നോക്കാം. Talk to me, numbers never lie, add it up, that's me. ഇവിടെ നിന്നാണ് ഈ ഒരു ഭാഗത്തു നിന്നാണ് ഈ എഫക്റ്റ് തുടങ്ങുന്നത്. അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ ഇങ്ങനെ വലിച്ച് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ച് ഇവിടം വരെ കൊണ്ടുവയ്ക്കാം. ഇത്രയും മതി. ഇവിടെ നിന്നാണ് ആ ഒരു എഫക്റ്റ് വരേണ്ടത്. അപ്പം എവിടെ നിന്നാണോ എഫക്റ്റ് ഉള്ള ആ ഒരു ഇമേജ്, അതായത് കാർട്ടൂൺ കോമിക് ആയിട്ടുള്ള കാർട്ടൂൺ എഫക്റ്റ് വരേണ്ടത്, അവിടെ വരെ ഈ വീഡിയോ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ ലാസ്റ്റ് ഫ്രെയിം കണ്ടുപിടിച്ച് വയ്ക്കുക. ഇതാണ് ലാസ്റ്റ് ഫ്രെയിമിൽ കൊണ്ടുവച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഈ ലാസ്റ്റ് ഫ്രെയിമിൽ കൊണ്ടുവച്ചിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് അടിക്കുക. ഓക്കെ, അതിൻ്റെ ലാസ്റ്റ് സ്ക്രീൻഷോട്ട് അടിക്കുക. അല്ലെങ്കിൽ ആ വീഡിയോ ഒരു തവണ അത്രയും മാത്രം കട്ട് ചെയ്ത് വെച്ച് സേവ് ചെയ്തതിന് ശേഷം ഒന്ന് വേറൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അങ്ങനെ അതിൻ്റെ ലാസ്റ്റ് ഭാഗം ഒന്ന് സ്ക്രീൻഷോട്ട് അടിക്കുക. എന്തൊക്കെയായാലും ഈ ഒരു ലാസ്റ്റ് ഇമേജ് എങ്ങനെയാണോ വന്ന് നിൽക്കുന്നത്, അതായത് നോക്കിക്കോളൂ, നമുക്ക് ലാസ്റ്റ് ഇമേജ് എവിടെയാണോ വന്ന് നിൽക്കുന്നത് ആ ഒരു ഭാഗം സ്ക്രീൻഷോട്ടായിട്ട് ഒരു ഇമേജായിട്ട് വേണം. അപ്പോൾ അതിനായിട്ട് ഡാവിഞ്ചി റിസോൾവിൽ ആ ഒരു ലാസ്റ്റ് കൊണ്ടുവച്ചതിന് ശേഷം ഫയൽസിൽ എക്സ്പോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കറണ്ട് ഫ്രെയിം ആസ് സ്റ്റിൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ JPG ആയിട്ട് അത് സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അതിൽ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ഈ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ആ ഒരു ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടല്ലോ? ഓക്കെ, ആ ലാസ്റ്റ് ഫ്രെയിം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് നിങ്ങൾ കോപ്പി ചെയ്യുക. ഞാനിവിടെ ഇത് കോപ്പി ചെയ്യാണ്. ഇനി നമ്മൾ നേരെ ജെമിനയിൽ പോവാണ്. ഇനി കുറച്ച് പരിപാടി ജെമിനയിലെ ഭാഗമായിട്ട് ചെയ്യാനുണ്ട്. ഇനി നമ്മൾ നേരെ ഇവിടെ വന്നിട്ട് ജെമിനൈ എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ജെമിനൈ എടുത്തിട്ട് നമ്മൾ ആ ഒരു ലാസ്റ്റ് ഫ്രെയിം എടുത്ത് വെച്ച ആ ഒരു ഇമേജില്ലേ, ആ ഒരു ഇമേജ് വലിച്ച് ജെമിനയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ക്രിയേറ്റ് ഇമേജ് എന്നുള്ള ഈ ബനാനയുടെ പടം കൊടുത്ത സാധനം കണ്ടോ, ഈ പഴത്തിൻ്റെ പടമുള്ള ക്രിയേറ്റ് ഇമേജ്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ള പ്രോംപ്റ്റ് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് ഈ ഫാസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് താഴെ പ്രോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ പ്രോയിൽ ക്ലിക്ക് ചെയ്യുക. പ്രോയിൽ കൊടുക്കുമ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടായാലും നല്ല റിസൾട്ട് തരാനായിട്ട് ജെമിനി നോക്കും. ഫാസ്റ്റ് കൊടുത്താൽ പെട്ടെന്നുള്ള റിസൾട്ട് അത്ര പെർഫെക്ഷൻ ഉണ്ടാവില്ല. ഇനി ഇവിടെ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. വന്നോന്ന് അറിയില്ല, നമുക്കൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം റെഡി ആയോ എന്ന്. യെസ്, ഒരു കോമിക് എഫക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടോ? ഇതിനെ ഇങ്ങനെ ഒരു കാർട്ടൂൺ എഫക്റ്റാക്കി നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇതിപ്പോൾ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യിപ്പിക്കാം. അതായത് ഈ പ്രോ എന്നുള്ള മാറ്റിയിട്ട് ജസ്റ്റ് തിങ്കിങ് എന്നുള്ള ഓപ്ഷൻ മാത്രം കൊടുത്ത് ആ പ്രോംപ്റ്റ് ഒന്നുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് വ്യത്യാസമുള്ള സാധനം കിട്ടും. ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോളൂ. ഞാൻ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്, അത് നോക്കട്ടെ അടുത്ത റിസൾട്ട് എന്താണെന്ന് നോക്കാം. അതുപോലെ ഫാസ്റ്റ് ഇതെല്ലാം ഇട്ട് നോക്കുക. എന്നിട്ട് ഏതിനാണ് ബെറ്റർ നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നുന്ന സാധനവും നോക്കാം. ഇത് ഒരുപാട് കാർട്ടൂണായി പോയോ എന്നൊരു സംശയം. നോക്കട്ടെ അടുത്ത എങ്ങനെയാണെന്ന് നോക്കാം. അത് മോശമാണെങ്കിൽ നമുക്ക് ഇത് തന്നെ ഇട്ട് ചെയ്യാം. ഇതിനേക്കാളും കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള രീതിയിൽ ഇത് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് കൊള്ളാം, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നമുക്ക് ഇതങ്ങ് ഡൗൺലോഡ് ചെയ്യാം. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മുകളിൽ വന്നാൽ ഡൗൺലോഡ് ഉണ്ട്. ഡൗൺലോഡ് ഫുൾ സൈസ്, അതൊന്ന് ഡൗൺലോഡ് ചെയ്യുകയാണ്. ഓക്കെ, അതിവിടെ സേവ് കൊടുക്കുക. അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പിന്നും നമ്മുടെ റിസോൾവിൽ വരാം. ഡാവിഞ്ചി റിസോൾവിൽ വന്നിട്ടുണ്ട്. ഈ ലാസ്റ്റ് ഫ്രെയിമിലാണ് നമ്മൾ ഇമേജ് സേവ് ചെയ്തത്. ഇനി ആ ഒരു സേവ് ചെയ്ത ഇമേജിനെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിടുക. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഒരു കൺവേർട്ട് ആയിട്ടുള്ള ഇമേജ്. അതിനെ വലിച്ച് നമ്മുടെ ടൈം ലൈനിൽ കൊണ്ടുവന്നിട്ടിട്ട് ഇതുമായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഈ കോപ്പിറൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പാട്ട് നിങ്ങൾ ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും കേൾക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ മ്യൂട്ട് ചെയ്യും കേട്ടോ. അതുകൊണ്ട് ക്ഷമിക്കുക. കോപ്പിറൈറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതിട്ടയക്കാം.
ഓക്കെ, അപ്പം സാധനമൊക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഇമേജ് ഇങ്ങനെ സ്റ്റില്ല് ഇങ്ങനെ അനങ്ങാതെ നിന്നാൽ കൊള്ളില്ല, കുറച്ച് മൂവ്മെൻറ്റ്സ് വേണം. അതിന് നിങ്ങളുടെ മൊബൈലിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിലുള്ള ആപ്ലിക്കേഷനിൽ ഒരുപാട് എഫക്ട്സ് ഇങ്ങനെ കിട്ടും. മെയിൻലി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇൻഷോട്ട് ഉപയോഗിക്കുക. അതിനകത്ത് ഒരുപാട് എഫക്ട്സ് പക്കയായിട്ട് കിട്ടും ഇതിനകത്ത് ചെയ്യാനായിട്ടുള്ള. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഈ മീഡിയ പൂളിൻ്റെ തൊട്ടിപ്പുറത്തൊരു എഫക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റിസോൾവ് എഫക്ട്സ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെർച്ചിൽ ഷേക്ക് എന്ന് നിങ്ങൾ അടിച്ചു കൊടുത്താൽ ഇവിടെ ക്യാമറ ഷേക്ക് എന്നും പറഞ്ഞൊരു സാധനം വരും. അതിൽ ആക്കുമ്പോൾ തന്നെ ഇവിടെ കാണിക്കും എങ്ങനെയാണ് മൂവ് ചെയ്യാൻ പോകുന്നതെന്ന്. എന്നിട്ട് അത് പതുക്കെ വലിച്ചുകൊണ്ട് വന്ന് ഈ ഒരു ലെയറിൻ്റെ ഈ ഒരു ഇമേജിൻ്റെ മുകളിലും വിട്ടു കൊടുക്കുക. അപ്പോൾ അതവിടെ ആയി. ഇനി പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അത് മൂവിങ് ഓക്കെ ആയി. ഇനി നമ്മൾ ഇതിനൊരു ട്രാൻസിഷൻ വേണം. ഇവിടെ നിന്ന് ഈ ഒരു ഇമേജിലോട്ട് ചാടി പോകുമ്പോൾ ആണോ, ഇതിപ്പോൾ പെട്ടെന്നങ്ങ് മാറുവാണ്. നമുക്കിത് ചാടി പോകുന്ന ഒരു എഫക്റ്റ് വേണം. അതിന് വീഡിയോ ട്രാൻസിഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴും ക്യാമറ ഷേക്ക് എന്നൊരു ഓപ്ഷൻ വരും. അത് ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ച് ഈ 2 ക്ലിപ്പിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് വിടുക. വിട്ടിട്ട് ഈ സൈഡിൽ വന്ന് മൗസ് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത് വരും. ആ പോയിൻ്റ് ഇങ്ങനെ വലിച്ച് പതുക്കെ ഒന്ന് ചെറുതാക്കുക. ഇത്രയും നീളം വേണ്ട ട്രാൻസിഷൻ, ശകലം ചെറുതാക്കിയതിന് ശേഷം ഒന്ന് വിട്ടിട്ട് നമ്മളൊന്നുകൂടി പ്ലേ ചെയ്ത് നോക്കാം. ഈ ട്രാൻസിഷൻസ് ഒരുപാട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡാമേജിൽ എൻ്റെ വരാൻ സാധ്യത ഇല്ലാത്തതാണ്. പക്ഷേ ഇതിപ്പം ഒരുപാട് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വേറെ വീഡിയോസ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എന്തെങ്കിലും സ്റ്റക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ പ്ലേ ബാക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ വന്നിട്ട് ഇവിടെ ഇത് കണ്ടോ, റെൻഡർ ക്യാഷ് എന്നുള്ള ഓപ്ഷനിൽ സ്മാർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മളിവിടെ ഒരു തവണ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി റെൻഡ് ആയിക്കോളും കേട്ടോ. കണ്ടോ, റെൻഡറായി. അപ്പോൾ ഇനി സ്മൂത്തായിട്ട് വർക്കാവും. ഓക്കെ, മനസ്സിലായല്ലോ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നുള്ളത്. ഇനി ഞാനിവിടെ ഇത് കുറച്ച് നീട്ടി അങ്ങ് വയ്ക്കുകയാണ്. ഇത്ര എടുക്കുന്നുള്ളൂ. ഓക്കെ, മതി. ഒരുപാട് ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു കോപ്പിറൈറ്റ് ആയി എന്നാണ് തോന്നുന്നത്. എനിക്കറിയില്ല, ഒന്ന് അപ്ലോഡ് ചെയ്താലേ അറിയാൻ പറ്റൂ. ഓക്കെ, ഈ പാട്ട് കോപ്പിറൈറ്റ് ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ. റീൽസിലാണെങ്കിൽ വിഷയമില്ല, ഫുൾ വീഡിയോ ഇടുമ്പോൾ ഉള്ള പ്രശ്നം അതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തു. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം, ഫുള്ള് പ്ലേ ചെയ്യുന്നില്ല, ചിലപ്പോൾ കോപ്പിറൈറ്റ് വരും. ഇനി നമുക്ക് വേറെ ഒരു എഫക്റ്റൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അതായത് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ലൈൻസ് ഇങ്ങനെ പറന്ന് പോയിക്കൊണ്ടിരിക്കുന്ന എഫക്റ്റൊക്കെ കിട്ടും. അതും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇത് ബെറ്റർ ആവും കേട്ടോ. നിങ്ങൾക്ക് ഇനിയും മാക്സിമം ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ സിമ്പിൾ വഴിയാണ് ഞാൻ കാണിച്ചത്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. ഞാൻ പ്രോംപ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് അവിടെ നിന്ന് കോപ്പി ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ഇതിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഓപ്ഷനോടെ കാണിച്ചു തരാം ഞാൻ. അപ്പോൾ ഡാവിഞ്ചിയിൽ ഒരുവിധം ശകലമൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പിന്നെ നമ്മളൊരു ഫുൾ വീഡിയോ നമുക്ക് ട്യൂട്ടോറിയൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഇപ്പം തന്നെ ശകലം മനസ്സിലായല്ലോ. ഇനി അങ്ങോട്ടൊന്നുമില്ല. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു വേണ്ടാത്ത ക്ലിപ്പ് നമ്മൾ ഈ ഭാഗത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഇന്നും ഔട്ടും സെലക്ട് ചെയ്തിട്ട് വേണം എക്സ്പോർട്ട് ചെയ്യാൻ. അതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചോളൂ. നമ്മളപ്പോൾ ഈ ഫ്രണ്ടിലൊന്നുമില്ല, ഫ്രണ്ടിൽ തുടക്കം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് എവിടം വരെയാണോ നിങ്ങൾക്ക് വേണ്ടത് അവിടെ കൊണ്ട് ഈ പോയിന്റ് വെച്ചതിന് ശേഷം ഈ ഒരു ബാർ ഇങ്ങനെ വെച്ചിട്ട് ഓഞ്ഞെക്കുക. അപ്പോൾ അത്രയും ഭാഗം സെലക്ട് ആയി. കണ്ടല്ലോ. ഇനി നിങ്ങൾ നേരെ ഇവിടെ നിങ്ങൾക്ക് ഡെലിവർ എന്നൊരു പേജ് കാണാം. ആ പേജിൽ വരിക. അതായത് എക്സ്പോർട്ട് ചെയ്യേണ്ട പേജാണ് ഡെലിവർ എന്നാണ് ഇതിൽ പറയുന്നത്. എക്സ്പോർട്ട് പേര് വന്നിട്ട് ഇവിടെ ഫയൽ നെയിം കൊടുക്കുക. ഞാനിവിടെ റീൽസ് എന്ന് കൊടുത്തിട്ട് ഇവിടെ ബ്രൗസിൽ ലൊക്കേഷൻ കൊടുക്കുകയാണ്. ലൊക്കേഷനിൽ ഞാൻ ഡെസ്ക്ടോപ്പിൽ നമ്മുടെ ഫോട്ടോഷോപ്പ് വീഡിയോയിൽ തന്നെ സേവ് കൊടുക്കുകയാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമുള്ള കൊടുക്കുക. വേറെ ഒന്നും മാറ്റേണ്ടതില്ല. ഈ ഫോർമാറ്റ് ക്വിക്ക് ടൈംസ് ഒന്നും വേണ്ട. നമുക്ക് MB4 എക്സ്പോർട്ട് ചെയ്യാം. ഈ കോഡ് മാറ്റിയിട്ട് ഈ H.264 എന്നുള്ള അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് വേറെ ഒന്നും മാറ്റണ്ട. ഇത് എല്ലാം ഡിഫോൾട്ടായിട്ട് കിടന്നോട്ടെ. ഇനി ഇവിടെ ആഡ് ടു റെൻഡർ എന്നുള്ള ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ആ ഒരു റെൻഡറിൻ്റെ സാധനം വന്നിട്ടുണ്ട്. ഇനി ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാം റെൻഡർ ഓൾ. ഇതങ്ങ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇതൊന്നും കൂടി പ്രിവ്യൂ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഇത് ഇവിടെ റെൻഡറായി തീർന്നു. എൻ്റെ റെൻഡറായി തീർന്നു. കാരണം എൻ്റെ ഇരിക്കുന്ന ഗ്രാഫിക്സ് കാർഡ് കുറച്ചും കൂടി ബെറ്ററാണ്. നിങ്ങളിരിക്കുന്ന ഗ്രാഫിക്സ് കാർഡിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഈ എക്സ്പോർട്ടിങ് വരുന്നത് കേട്ടോ. അതിനെപ്പറ്റി നമുക്കൊരു വീഡിയോ ചെയ്യാം. ഈ ഡാവിഞ്ചി റിസോൾട്ടിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഗ്രാഫിക്സ് കാർഡ് എല്ലാ ഡീറ്റെയിൽസും പറയാം. ഞാൻ മുമ്പ് ഉപയോഗിച്ചിരുന്ന ഏതാണ്, അപ്ഗ്രേഡ് ചെയ്തത് ഏതാണ്, എല്ലാം നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു
സംഭവം മനസ്സിലായല്ലോ. ഇത് ഇത്രയേ ഉള്ളൂ. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.